ഗാസ ഇസ്രായേൽ ലബനാൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിക്കും എന്നൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എനിക്കിപ്പോ സംഖ്യകളെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല, സുഡാപ്പികളെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് പറയുക, നാട് നന്നാക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹമൊക്കെ എനിക്കുണ്ട്. അത് എത്രത്തോളം നടക്കുമെന്നറിയില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഉദ്ദേശം, അതാണ് എൻ്റെ ഒരു സംതൃപ്തി. എന്താണ് തീവ്രവാദം? അത് നമുക്ക് ആദ്യം അത് പറഞ്ഞിട്ട് പോകാം. അപ്പൊ അമേരിക്ക ഇറാഖ് ആക്രമിച്ചു ഒരു കാരണമില്ലാതെ. അവിടെ രാസായുധം കണ്ടെത്തിയില്ല. അപ്പൊ അമേരിക്ക ഭീകരാക്രമണം നടത്തിയത് ഉസാമ ബിൻ ലാദനും കൂട്ടരുമാണ്. അവിടുത്തെ പ്ലെയിൻ തട്ടിയെടുത്ത ആളുകൾ ഈജിപ്ത് പൗരന്മാരും ഏറ്റവും കൂടുതൽ സൗദി പൗരന്മാരാണ്. അത് കഴിഞ്ഞിട്ട് ഈജിപ്ത്, UAE, ലെബനൻ പൗരന്മാരാണ്. അപ്പൊ ആ രാജ്യങ്ങളൊന്നും അമേരിക്ക ആക്രമിച്ചില്ല. അമേരിക്ക ആക്രമിച്ചത് ഇറാഖാണ്. കാരണം ഇറാഖ് ഡോളറിൽ പെട്രോൾ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ സാമ്പത്തികമായ പ്രശ്നമാണ്. അമേരിക്കക്ക് കീഴൊതുങ്ങാത്ത രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കൻ നയം. അപ്പൊ അത് തീവ്രവാദമല്ല. അമേരിക്ക ഇവിടെ കിടക്കുന്നു. ഇപ്പൊ ഇറാന് ചോദിച്ചതുപോലെ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് മിലിറ്ററി ബേസ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളെ കോണ്ടിനെന്റിൽ നാട് പോട്ടെ എന്ന് വിചാരിക്കുക. അവരുടെ ഭൂഖണ്ഡത്തിൽ പോയിട്ട് ഞങ്ങളൊരു ബേസും സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളാണ് തീവ്രവാദികൾ എന്നാണ് നിങ്ങൾ വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്തിനാണ് മിഡിൽ ഈസ്റ്റിൽ ഇവർ അമേരിക്ക ബേസ് സ്ഥാപിച്ചിട്ടുള്ളത്? അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഈ അമേരിക്കക്കാർ തന്നെ പറയുന്നുണ്ട്, അമേരിക്കയുടെ ആജ്ഞാനവർത്തികളായ അടിമകളായ പാകിസ്ഥാനിൽ വെച്ചിട്ട് ISIയുടെ അമേരിക്കൻ ഉൽപ്പന്നം നിർമ്മിച്ച് അഫ്ഗാനിസ്ഥാനിലോട്ട് കയറ്റുമതി ചെയ്തു, ഔട്ട്സോഴ്സ് ചെയ്തിട്ട്. ചൈനയിൽ നിന്നൊക്കെ മൊബൈലൊക്കെ അല്ലെങ്കിൽ അമേരിക്കൻ ഈ പ്രൊസസ്സറുകളൊക്കെ തായ്വാനിൽ നിന്നാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെക്നോളജികളൊക്കെ അമേരിക്കനാണ്, പക്ഷെ അവർ തായ്വാനിൽ കൊണ്ടുപോയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഉണ്ടാക്കും. അപ്പം അതേപോലെ അമേരിക്കൻ താല്പര്യങ്ങൾ അത് ISIS എന്ന പാകിസ്ഥാൻ അടിമയുടെ സഹായത്തോടെ അതുണ്ടാക്കി അത് അഫ്ഗാനിസ്ഥാനിലോട്ട് കയറ്റുമതി ചെയ്തു. പിന്നീട് ISIS ഒക്കെ ആയി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകളും ഒക്കെ ഉണ്ടാക്കിയത് ഇത് തീവ്രവാദമല്ല, ഇത് ഭീകരവാദമല്ല. ഇപ്പോൾ കഴിവുള്ളവൻ എന്ത് ചെയ്താലും, ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, പണമുള്ളവൻ കീഴ്വായു ഇട്ടാൽ വളിവിട്ടാൽ അത് ഗ്യാസ്, പാവപ്പെട്ടവൻ ഊസിട്ടാൽ വളിക്ക് ഊസ് എന്നാ പറയുക, ഊസിട്ടാൽ അത് ഊസ്. ഇതെന്താണ് ഒരു രണ്ട് നയം? അതേപോലെയാണ് അമേരിക്ക എന്ത് തെമ്മാടിത്തരവും ഗുണ്ടായിസും വൃത്തികേടും ചെയ്താലും അത് കുഴപ്പമില്ല. അമേരിക്ക ഒരു ഭീകര രാഷ്ട്രമല്ല. കാരണം ലോകത്തിന്റെ ആയുധങ്ങളിൽ പകുതി ആയുധങ്ങളും കൈവശം വെച്ചിരിക്കുന്ന പാർട്ടിയാണ് അമേരിക്ക. ശക്തിയുണ്ട്, പവറുണ്ട്. ഇതേ ആയുധങ്ങൾ കാരണം 1,00,000-10 ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയിലൊക്കെ 1,00,000-ൽ 2.5 പേരെ കൊല്ലപ്പെടുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ ചോര കണ്ടിട്ട് കൊതി തീരാത്ത രക്തദാഹിയായ ഒരു രാജ്യം. ഇവര് പറയും ഇസ്രായേൽ ഭയങ്കര ടെക്നോളജിയാണ്, അതാണ് ഇതാണ്. ഒക്ടോബർ 7 അവരുടെ മുതുകത്ത് വന്നിട്ട് ഈ ഒന്നും ടെക്നോളജികളൊന്നും ഇല്ലാത്ത ഇസ്രായേലിന്റെ തടവിൽ കഴിയുന്ന ഗാസ എന്ന ഇസ്രായേൽ തടവ്, അവിടെ ഇസ്രായേലിന്റെ അനുമതിയില്ലാതെ ഒന്നും നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അൽ ജസീറയുടെ ഓഫീസ് പലസ്തീനിൽ കയറിയിട്ട് പൂട്ടിച്ചു എന്നാണ് പറയുന്നത് ഇസ്രായേൽ. അതെങ്ങനെ സാധിക്കും? വേറെ രാജ്യത്ത് കയറിയിട്ട് നിങ്ങൾ പറയുന്നു ഇസ്രായേലിൽ കയറിയിട്ട് ഗസക്കാർ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഈ പാലസ്തീനിൽ കയറിയിട്ട് ഇസ്രായേൽ തെമ്മാടിത്തരം ചെയ്യാൻ പാടുണ്ടോ? ഇസ്രായേലിൽ ജയിലിൽ എത്ര ആളുകൾ പാലസ്തീനുകളായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതല്ലേ ഗാസക്കാർ ചോദിക്കുന്നത്? ഓക്കെ, ഞങ്ങൾ നിങ്ങളുടെ ആളുകളെ തട്ടിക്കൊണ്ടുവന്നു, പകരം ഞങ്ങളുടെ ആളുകളെ തരൂ, നിങ്ങളുടെ ആളുകളെ ഞങ്ങൾ തിരിച്ചു തരാം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരൂ, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം തരൂ, ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം ഞങ്ങളും തരാം എന്നാണ് പലസ്തീനികൾ പറയുന്നത്. അത് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? ഇസ്രായേൽ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവർ കയറി കീഴടക്കും എന്നാണ് പറയുന്നത്. അതെങ്ങനെ സാധിക്കും? അമേരിക്കയുണ്ട്, ഇവിടെ ബാക്കി യൂറോപ്യൻ ശക്തികളൊക്കെ ഇല്ലേ? ഇവിടെ പലസ്തീനികൾ മാത്രമാണോ മിഡിൽ ഈസ്റ്റിലുള്ളത്? അപ്പുറത്ത് ലബനാനുണ്ട്. ഓക്കെ, ഇപ്പൊ ലബനാനുമായിട്ട് പ്രശ്നത്തിലാണ്. ജോർദാനുണ്ട്, ഈജിപ്ത് ഉണ്ട്, ഇത്ര രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ UAE-യുമായിട്ട് സൗഹാർദ്ദത്തിലായില്ലേ? സൗദിയുമായിട്ട് സൗഹാർദ്ദത്തിലാക്കാൻ പോവുകയായിരുന്നു. അപ്പൊ ചിലപ്പോൾ പലസ്തീനികൾ വിചാരിച്ചിട്ടുണ്ടാവാം ഇവരെല്ലാവരുമായിട്ട് സൗഹാർദ്ദത്തിലാണ്, അപ്പൊ ഞങ്ങൾക്ക് രാജ്യമില്ല, സ്വാതന്ത്ര്യമില്ല, അടിമകളായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. അപ്പോൾ ഇനിയും ഞങ്ങളിങ്ങനെ നരകിച്ചാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ അവർ ആക്രമിച്ചിട്ടുണ്ടാവുക. അത് തെറ്റാണ്. നിരപരാധികളെ ആക്രമിക്കുമ്പോൾ തെറ്റാണ്. പക്ഷെ അവർക്ക് മറ്റെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇസ്രായേലിനെ പോലെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല, ഇസ്രായേൽ അനുവദിക്കില്ല. ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവരെ ഇസ്രായേൽ അനുവദിക്കുമോ? ഇല്ല. പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത്? അടിമയായിട്ട് ജീവിക്കണം, അതാണോ വേണ്ടത്? അല്ലെങ്കിൽ പ്രതികരിക്കണം? 42,000-ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഒരു കണക്കിന് നല്ലതാണ്. ഇനി ആ പാവങ്ങൾക്ക് ആരുടെയും അടിമയായിട്ട് കഴിയേണ്ട. മരണം എന്ന് പറയുന്നത് എല്ലാ കണക്കിലും സുന്ദരമാണ്, അവർക്ക് നിത്യശാന്തതയാണ്. അപ്പോൾ ഇസ്രായേൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട്, ഒരു പ്രധാനമന്ത്രി വരെ കൊന്നതാണ്. ഇസ്രായേലിലുള്ള ലക്ഷ്യം അവരുടെ മനസ്സിലെ
വിശ്വാസം, അത് മുസ്ലിങ്ങൾക്കുള്ള വിശ്വാസം ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുണ്ട്. ഇസ്രായേലുകൾക്കുള്ള വിശ്വാസം എന്താണ്? അതൊരു പുണ്യപ്രദേശമാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അവരുടെ പുസ്തകത്തിൽ എന്ത് എഴുതി എന്ന് പറയുന്നു. ആരോ പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ പുസ്തകത്തിൽ എഴുതി, പുസ്തകത്തിലുണ്ടെന്ന് സംഖ്യകൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, ക്രിസംഖ്യ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഈ നാസ്തികരെന്ന് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ, പഴയതൊക്കെ മണ്ടത്തരങ്ങളാണെന്ന് പറയുന്ന ആളുകൾ വരെ പറയുന്നത് പുസ്തകത്തിലുണ്ട്. എന്ത് പുസ്തകത്തിൽ? അന്ന് 2000 കൊല്ലം മുന്നേ ജീവിച്ചിരുന്ന ആളുകൾ ഇന്നുണ്ടോ? അവർ പലരും ചിലപ്പോൾ മതം മാറിയിട്ടുണ്ടാവാം, ക്രിസ്ത്യാനിയായിട്ടുണ്ടാവാം, മുസ്ലിം ആയിട്ടുണ്ടാവാം, ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവാം, ഒരുപാട് സംഗതികൾ നടന്നിട്ടുണ്ടാവാം. അപ്പൊ ഇന്ന് എന്താണോ യാഥാർത്ഥ്യം അതല്ലേ നമ്മൾ നോക്കേണ്ടത്. പലസ്തീൻ അഭയാർത്ഥികളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലബനാനിലുണ്ട്, ജോർദാനിലുണ്ട്, ഗസയിലൊക്കെ നരകിക്കുകയാണ്, വെസ്റ്റ് ബാങ്കിൽ നരകിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിന്റെ രൂപം മാപ്പ് നോക്കിയാൽ മതി അവിടുത്തെ അവസ്ഥ. ഇപ്പൊ നാളെ സംഘികൾ വന്ന് പറയാണ് ഇറങ്ങിക്കോ എന്ന് പറയാണ്, നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അവര് പറയാണ് ഇത് കേരളം എന്ന് പറഞ്ഞാൽ പരശുരാമൻ മഴ എറിഞ്ഞുണ്ടാക്കിയതാണ്, നിങ്ങൾക്കൊന്നല്ല, ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ഇറങ്ങി പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവര് പറയണം വാമനൻ ചവിട്ടി ഉണ്ടാക്കിയതാണ് ഇത്, വാമനൻ മഹാബലിയുടെ തലയിൽ ചവിട്ടി ഉണ്ടാക്കിയതാണ് കേരളം അല്ലെങ്കിൽ ലോകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതിനൊക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക? ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഇസ്രായേലിന്റെ എന്തൊരു ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് സംഘി ചാനലുകളൊക്കെ പറയാറുണ്ട്. എന്ത് ടെക്നോളജി? സപ്ലൈ ചെയിനിലൊക്കെ ഇടപെട്ടിട്ട് അതിൽ ചതിയും വഞ്ചനയുമാണോ നിങ്ങൾ ഈ പറയുന്ന ടെക്നോളജി? അത് വരും കാലങ്ങളിൽ അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിന് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം അവരുടെ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ അവർ വെബ്സൈറ്റിൽ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ, ഇതിലൊക്കെ അവിശ്വാസം ഉണ്ടാക്കും. അല്ലെങ്കിലും പൊതുവെ അമേരിക്കൻ ടെക്നോളജികൾ, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന ടെക്നോളജികൾ, നമ്മുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ ചൈന ഉണ്ടാക്കി കഴിഞ്ഞാലും അതിന്റെ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് ആണ്, അമേരിക്കൻ ബേസ്ഡ് ആണ്. പിന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അമേരിക്കൻ ടെക്നോളജികളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അവർക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും. ഇപ്പോൾ ഈ അമേരിക്കൻ അല്ലാത്ത ടെക്നോളജികളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ടെലഗ്രാം, അതിനെതിരെ അത് നിരോധിക്കാനുള്ള പുറപ്പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടിക്ടോക്ക് ഒക്കെ. ചൈന അമേരിക്കൻ പ്രോഡക്റ്റുകൾ നിരോധിക്കുമ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾ അമേരിക്കക്ക് എന്തുകൊണ്ട് നിരോധിച്ചുകൂടാ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് അമേരിക്കയുടെ അടുത്ത്. അമേരിക്ക സ്പൈ ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ അമേരിക്ക തങ്ങളറിയാതെ നിരീക്ഷിക്കുന്നു എന്ന് കരുതാൻ കാരണം അവരത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ മൊബൈൽ, ഈ വെബ് ക്യാം, പിന്നെ സെൽഫി ക്യാമറ ഒക്കെ എന്തിനായിരിക്കും എന്നൊക്കെ പലപ്പോഴും. കാരണം അത് തനി ഓണായി കഴിഞ്ഞാൽ മൊബൈൽ നമ്മളോട് പറയുന്നില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയൊരു വിഷയമല്ല. ആൾക്കാരെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഭയപ്പെടുത്തുക എന്നുള്ളതൊക്കെ ഹിറ്റ്ലറൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട രീതിയാണ്. അപ്പൊ അതിലൊന്നും കാര്യമില്ല. ചിലപ്പോ പണ്ട് പലരും മിഡിൽ ഈസ്റ്റുകാരെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്, അവര് മിഡിൽ ഈസ്റ്റുകാർക്ക് വലിയ ഗുണ്ടയോട് ഭയങ്കര ആരാധനയാണ്, അതുകൊണ്ട് അവിടെ ഗുണ്ടായിസേ നടക്കുള്ളൂ, രാജഭരണമേ നടക്കുള്ളൂ. അങ്ങനെയൊന്നുമല്ല. മിഡിൽ ഈസ്റ്റിലെ രാജഭരണം, അല്ലെങ്കിൽ അമേരിക്കൻ ഇസ്രായേൽ അടിമകൾ അവിടെ ഭരിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. പലരും പറയും ഇസ്രായേൽ ജനാധിപത്യം ഉണ്ട്. ഈജിപ്തിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് അമേരിക്ക ഇടപെട്ടിട്ട് അത് അവിടെ വീണ്ടും മിലിറ്ററി ആധിപത്യം കൊണ്ടുവന്നു. അറേബ്യയിൽ ജനാധിപത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് അമേരിക്ക ഇടപെട്ടിട്ടോ അല്ലാതെയോ അവരുടെ ഇസ്ലാമിന്റെ കുഴപ്പങ്ങളെ കൊണ്ടൊക്കെ അത് ഇല്ലാതായി. അപ്പോ മിഡിൽ ഈസ്റ്റിൽ ജനാധിപത്യം ഇസ്രായേൽ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇസ്രായേലിൽ ജനാധിപത്യത്തിൽ അവിടെ അധികാരത്തിൽ വരുന്നത് ജൂത തീവ്രവാദികളാണ്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ രക്തം കാരണം കുറെ കാലം ഹൈന്ദവ തീവ്രവാദികൾക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല. ഇന്ന് ഹൈന്ദവ തീവ്രവാദികളാണ് ഭരിക്കുന്നത്. പാകിസ്ഥാനിലും അതെ. അപ്പോൾ അതേപോലെ മിഡിൽ ഈസ്റ്റിലും മുസ്ലിം തീവ്രവാദികൾ അവിടെ ഭരിക്കും. മാത്രമല്ല, അവിടെ ഏതൊരു ഭരണാധികാരി വന്നു കഴിഞ്ഞാലും ആ മുസ്ലിം തീവ്രവാദികളുടെ മൊത്തത്തിലുള്ള ഒരു നയമേ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഗുണ്ടകൾ, അറബി ഗുണ്ടകൾ ഭരിക്കുമ്പോൾ അത് അമേരിക്കൻ ആശീർവാദത്തോടെ, അല്ലെങ്കിൽ അമേരിക്കൻ സഹായത്തോടെ, അമേരിക്കൻ ഗുണ്ടായുസത്തിന്റെ ഓരം പറ്റി അറബ് ഗുണ്ടകൾ ഭരിക്കുമ്പോൾ അവർക്ക് മുസ്ലിം ഭീകരവാദത്തെ വല്ലാതെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അറേബ്യയിൽ ജനാധിപത്യം ആവശ്യമില്ല എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് യൂറോപ്യൻ അമേരിക്കൻ ശക്തികളാണ്. ഇപ്പൊ പെട്രോളിന്റെ ആവശ്യം കുറഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ഈ താല്പര്യങ്ങളൊക്കെ മാറുമായിരിക്കും. അല്ലാത്തടത്തോളം കാലം മിഡിൽ ഈസ്റ്റിന് രക്ഷയില്ല. അമേരിക്കൻ ആയുധ കമ്പനികൾ അവരുടെ ആയുധം വിൽക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള ഒരു കമ്പോളമായിട്ട് മിഡിൽ ഈസ്റ്റിനെ അവർ മാറ്റിക്കൊണ്ടിരിക്കും. എന്തായാലും ശക്തിയുള്ളവൻ ചെയ്യുന്ന തെമ്മാടിത്തരം അല്ലാതാവുകയും അതിനെ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞവൻ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ മാത്രമായിട്ട് മാറുകയും ചെയ്യുന്നത് ശരിയല്ല. അതായത് കഴിവുള്ളവൻ, പവറുള്ളവൻ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ സൽപ്രവർത്തികളാകുകയും
കഴിവ് കുറഞ്ഞവൻ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ തെണ്ടിത്തരങ്ങളായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പ് ശരിയല്ല. ഞാനെന്നും അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെയാണ്, അടി കൊള്ളുന്നവരുടെ കൂടെയാണ്. ഉരുക്കുമുഷ്ടി കൊണ്ട് എല്ലാ കാലത്തും നമുക്ക് സമാധാനം കിട്ടില്ല. നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല. കാരണം ആ ദ്രോഹിച്ചവർ തിരിച്ച് നമ്മളെ ദ്രോഹിക്കുമെന്നുള്ള ഭയത്തിൽ ജീവിക്കേണ്ടി വരും. അപ്പൊ അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ നയം. നെൽസൺ മണ്ടേലെ 25 വർഷം ജയിലിൽ കടത്തി. 25 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ വെള്ളക്കാരായ ക്രിസ്ത്യാനികൾ 25 വർഷം ജയിലിൽ കടത്തി. അവിടുത്തെ ആഫ്രിക്ക തദ്ദേശീയരെ പീഡിപ്പിച്ചു. നെൽസൺ മണ്ടേല തിരിച്ചു വന്നതിന് ശേഷം ആദ്യം അദ്ദേഹം പറഞ്ഞത് പഴയതൊക്കെ മറക്കുകയാണ്, പഴയതിന്റെ പേരിൽ ഒന്നും പകരം വീട്ടരുതെന്നാണ്. അത് ചിലർ വിചാരിക്കും വലിയൊരു നന്മയാണ്. അങ്ങനെയൊന്നുമില്ല. അതൊരു പ്രാക്ടിക്കാലിറ്റിയാണ്, അതൊരു പ്രായോഗികതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തല്ലി, ഞാൻ തിരിച്ചു തല്ലി, വീണ്ടും തല്ലി, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾ പറയണം, ഓക്കെ, കിട്ടിയത് കിട്ടി, പോയത് പോയി, ഞാൻ ശ്രമിച്ചിരിക്കുന്നു, നമുക്ക് സന്തോഷമായിട്ട് വാഴാം. അതെപ്പോൾ പറയണം? നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ പറയണം. നിങ്ങൾ ഒരാൾ തല്ലിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അയാളെ എതിരിടാനുള്ള ശക്തിയില്ല, ആ നേരം നിങ്ങൾ നന്മ പറയുകയാണെങ്കിൽ അതിൽ വലിയ കാര്യമില്ല, അത് ആർക്കും പറയാം. കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷെ നിങ്ങൾക്ക് പവർ ഉണ്ട്, തിരിച്ച് പവർ നിങ്ങളുടെ കയ്യിൽ വന്നു, അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ആ ഒരു നന്മ. കാരണം പവർ എല്ലാം എപ്പോഴും ഒരാളുടെ അടുത്ത് തന്നെ നിലനിൽക്കണമെന്നില്ല, അത് മാറി മറിയും. ഇന്ന് എൻ്റെ അടുത്താണെങ്കിൽ നാളെ മറ്റൊരാളുടെ അടുത്തായിരിക്കും, അതിന്റെ പിറ്റേ ദിവസം വേറൊരാളുടെ അടുത്തായിരിക്കും. അപ്പോൾ നമ്മളടുത്ത് പവർ ഉണ്ടാകുമ്പോൾ, നമുക്ക് എന്തും ചെയ്യാനുള്ള ശേഷി ഉണ്ടാകുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറിയാൽ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം എന്നുള്ളതാണ് അതിന്റെ ഒരു പോയിന്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.